പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44 യേശു പറയുന്നു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. ആത്മീയ ജീവിതം നയിക്കുക, പ്രാർത്ഥിക്കുക, നിത്യവും ദേവാലയത്തിൽ പോകുക എന്നൊക്കെയുള്ള കാര്യം ഒരു ഭോഷത്വമായിട്ട് കണക്കാക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഉള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. യേശുവിൻ്റെ വചനവും യേശുവിൻ്റെ ജീവിത രീതിയും മാതൃകയുമെല്ലാം മഹത്തരമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതനുസരിച്ചുള്ള ജീവിതത്തോടുള്ള താല്പര്യം മനുഷ്യരിൽ വളരെ വളരെ കുറവാണ്. അത് ഇടുങ്ങിയ വഴിയാണ്, വിശാലമായ വഴിയാണ് നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ അനുഗമിക്കാൻ പലപ്പോഴും നാം മടിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. അത് പറഞ്ഞപ്പോൾ യഹൂദർക്കിടയിൽ ഇടർച്ചയുണ്ടായി. പലരും പിറുപിറുത്തു. യേശുവിൽ നിന്ന് അകന്നു പോകുവാനും യേശുവിനെ വിട്ടു പോകുവാനും അവർ താല്പര്യം കാണിച്ചു. അപ്പോൾ യേശു പറയുകയാണ്, എന്നെ അയച്ച പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല എന്ന്. യോഹന്നാൻ 6:45 യേശു പറയുന്നു, പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരും. യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതും യേശുവിനെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് തരുന്നതും പിതാവാണ്. ആ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ, ദൈവത്തിൽ നിന്ന് ആ കൃപ ലഭിച്ചാലല്ലാതെ യേശുവിൻ്റെ മാർഗത്തിലൂടെ ചരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എങ്ങനെയാണ് നമുക്ക് ദൈവത്താൽ ആകർഷിക്കപ്പെടുവാൻ സാധിക്കുന്നത്? ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ച് നാം ജീവിക്കുമ്പോൾ ദൈവത്താൽ ആകർഷിക്കപ്പെടും. എന്നാൽ ജഡിക അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചാൽ, ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ തള്ളിക്കളഞ്ഞാൽ, അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി പിശാചിൻ്റെ ബന്ധനത്തിൽ ഉള്ളതാണ്. റോമ 8:8 ജഡിക പ്രവണതയിൽ കഴിയുന്ന മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട്, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സ്വാർത്ഥമായ ചിന്തകളും പ്രവൃത്തികളും ജഡമോഹങ്ങളും ദ്രവ്യാസക്തിയും മൂലം നാം ദൈവത്തെ പലപ്പോഴും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നാം ദൈവം തരുന്ന പ്രചോദനങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് മനസ്സ് വയ്ക്കുന്നില്ല. അതിന് കാരണം നമുക്ക് പലതും നഷ്ടപ്പെടും, ആ സന്തോഷം നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള ചിന്ത കൊണ്ടാണ്. എന്നാൽ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും നൽകുന്നത് യേശുവാണ്. ദൈവത്താൽ ആകർഷിക്കപ്പെടണമെങ്കിൽ ഒന്നാമതായി നാം ജീവിതത്തിൽ ദൈവത്തിന്, എല്ലാറ്റിലും ഉപരിയായി ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. ദൈവവചനമനുസരിച്ച് ജീവിക്കണം. പ്രാർത്ഥനയും സൽപ്രവർത്തികളുമായി ദൈവവുമായിട്ടുള്ള ഗാഢമായ ഒരു ബന്ധം സ്ഥാപിക്കണം. യേശു പാപിയെ തേടി വന്നവനാണ്. പാപത്തിൽ നിബന്ധിച്ചു പോയെങ്കിലും യേശുവിനെ കാണണമെന്നുള്ളൊരാഗ്രഹം സക്കേവൂസിൽ ഉണ്ടായതുകൊണ്ടാണ് സക്കേവൂസ് യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടത്. യഥാർത്ഥമായ മാറ്റവും മാനസാന്തരവും സക്കേവൂസിൽ ഉണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം വന്നപ്പോഴാണ് സാവൂൾ വിശുദ്ധ പൗലോസായി മാറിയത്. എന്നാൽ മത്തായി 19:16 നാം കാണുന്നത്, ഒരു ധനികനായ യുവാവ് നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവനെങ്കിലും അവൻ ഭൗതിക സമ്പത്തിൽ കൂടുതൽ ആകർഷിക്കപ്പെട്ടതുകൊണ്ട് അവൻ
യേശുവിനെ അനുഗമിക്കാതെ അല്ലെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് നിരാശനായി മടങ്ങിപ്പോയതായി നാം തിരുവചനങ്ങളിൽ കാണുന്നു. ദൈവം നമ്മിൽ നിന്ന് ത്യാഗങ്ങളും സഹനങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. അത് സ്വീകരിക്കാൻ തയ്യാറാവുമ്പോഴാണ് ദൈവത്താൽ നാം ആകർഷിക്കപ്പെടുന്നത്. സഹനങ്ങളെ തള്ളിക്കളഞ്ഞ് നിരാശപ്പെട്ടിരുന്നാൽ ദൈവത്താൽ ആകർഷിക്കപ്പെടുക അസാധ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8:36 തിരുവചനം പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. യേശു മനുഷ്യൻ്റെ ശരീരവും മനസ്സും ആത്മാവും സ്വതന്ത്രമാക്കുകയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്കാണ് നയിക്കുന്നത്. ആത്മീയ അഭിലാഷങ്ങളാകട്ടെ നിത്യജീവനിലേക്കും സമാധാനത്തിലേക്കും നമ്മെ നയിക്കും. ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഉറപ്പിച്ച് പറയുന്നുണ്ട്. പാപബന്ധനങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദൈവത്താൽ ആകർഷിക്കപ്പെടാൻ സാധിക്കുകയില്ല. ആദത്തിലൂടെ പാപവും മരണവും അടിമത്തവും ലോകത്തിലേക്ക് വന്നെങ്കിൽ യേശുവിലൂടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നവർ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.